സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനമിടിച്ച് വയോധികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. ആളെന്ന നിലയിൽ ഇനി നമുക്കിപ്പോൾ നമ്മളുടെ ഇങ്ങനൊരു നമ്മൾ കണ്ടായപ്പോൾ എനിക്ക് മറ്റൊരാളോട് ഇതുപോലെ പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇന്നത്തെ ഒരു ദിവസം ഇതുവരെ അത് കണ്ടുനിന്ന ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നിനും പറ്റിയിട്ടില്ല. ഇപ്പോഴും പേടിയാണ്. ആ മനുഷ്യൻ ഉറപ്പായിട്ടും ആ മനുഷ്യൻ മരിച്ചു പോകും. കരയുടെ നട്ടെല്ലും തലയുടെ പുറവശമൊക്കെ അടിച്ച് ചേതറി പണ്ടാറായിട്ടുണ്ട്. അങ്ങനെ ഉപ്പുമുളകും താരം സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച കാറിടിച്ച് പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരൻ. അപകടം എം സി റോഡിൽ നട്ടകത്ത് അതാണ് നടന്നത്. അപ്പം 3-4 ദിവസം മുമ്പ് ഈ ഒരു ന്യൂസിനെ കുറിച്ചായിരുന്നു മൊത്തം സോഷ്യൽ മീഡിയയിലൊക്കെ. നമ്മൾ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ആക്സിഡന്റ് കണ്ട ഒരു പെൺകുട്ടി വോയിസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്ത് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ. കാരണം എന്തറിഞ്ഞിട്ട് ആൾക്കാർ സംസാരിക്കുന്നതെന്നുള്ള രീതിയിലാണ്. അന്നത്തെ സംഭവത്തിന്റെ വീഡിയോ ഒന്നും കൂടെ ഞാനൊന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കോളിലാണ്. അത് നിയമപരമായിട്ട് നിയമം കോടതി അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഈ ഒരു വീഡിയോ കണ്ട്. അവിടെ സംഭവിച്ച കാര്യങ്ങൾ A to Z കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ ആൾക്കാരുണ്ട്. A to Z കാര്യങ്ങൾ. ഇവൻ അവിടെ വെള്ളം അടിച്ച് വീണ് കടന്ന് അദ്ദേഹത്തിന് ആംബുലൻസ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ആംബുലൻസ് വന്നത്. ആ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ആംബുലൻസ് വന്നു കഴിഞ്ഞിട്ട് ഇവൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ കിടന്ന് ഉന്തും തെള്ളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനെ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഇവൻ വടക്കുണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ആൾക്കാർ ഇവനെ പിടിച്ച് കെട്ടിയിടാൻ നോക്കിയത്. കെട്ടിയിടിച്ച് കാലെ കൂടെ കെട്ടി ഇതിലെ കൂടെ കെട്ടാൻ നോക്കിയപ്പോഴാണ് കഴുത്താൻ കണ്ട് മുറുകും കണ്ട് ചെയ്തത്. അപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് മറ്റാണ് ഈ പറയുന്ന സീരിയൽ താരം ജിഷൻ ഉണ്ടല്ലോ. ജിഷൻ എന്തൊക്കെയാണ് പറയുന്നത്? മധുവിനെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് ജിഷനെ പോലുള്ളവരൊക്കെ. അവൻ ഇടിച്ച് ഇപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ട്. ജിഷൻ സമാധാനം പറയുമോ? മധുവിനെ അവനെ വെച്ച് കമ്പയർ ചെയ്ത് വിറ്റുകളൊക്കെ സംസാരിച്ച് അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇത് വരുന്നത്. അതുപോലത്തെ കേസ് കേട്ടോ വെള്ളം അടിച്ച്. അതിന് 2 ദിവസം മുമ്പാണ് യൂഷ്വൽ സോഗി എന്ന് പറഞ്ഞ യൂട്യൂബർ ഇവനെ കണ്ട് ഒരു പെണ്ണുമായിട്ട് ഇവനിങ്ങനെ ഇതുപോലുള്ള അലമ്പ് പരിപാടി നടക്കുന്നത് യൂട്യൂബർ യൂഷ്വൽ സൈക്കോ ഉണ്ട്. അത് അന്ന് സ്പോട്ടിൽ തന്നെ എന്നെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് കണ്ട കാര്യങ്ങൾ ഒരു പെണ്ണ് കറക്റ്റായിട്ട് പറയുന്നത്. എൻ്റെ ഒരു വോയിസ് അന്ന് ഞാൻ വെച്ചപ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതിൻ്റെ വോയിസും കോപ്പും ഒന്നും കേൾക്കണ്ടെന്ന് വരെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ട്. കാരണം ഇവനെയൊക്കെ വിശ്വസിക്കുന്ന അന്ത ഫാൻസുകാർ കുറേ ആൾക്കാരുണ്ട്. ഇത് മാത്രമല്ല, ഇവൻ്റെ വേറെ കുറച്ച് കേസ് കെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിലോട്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അത് ശരിയാവത്തില്ലേ, നമ്മൾ ചിലപ്പോൾ ശൗത്തി കുത്തുവാന്ന് വിചാരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു വോയിസ് കണ്ട് ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു ആള് നേരത്തെ ഇവർക്കിതല്ല വേണ്ടത് ഇതിൻ്റെ അപ്പുറം. കാരണം വീട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട് ദ്രോഹിക്കുന്ന ജോലിക്കാർ അവിടെ വരുമ്പോൾ അവരുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ അവരെ വേലക്കാരെ പോലെ കാണുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ വീട്ടിലെ ചെടിച്ചട്ടിക്ക് വെള്ളം ഒഴിക്കണം, അത് ചെയ്യണം, മറ്റേ ചെയ്യണം, മറിച്ചത് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അവർ കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയവരുണ്ട് ആ വീട്ടിൽ നിന്ന്, ആ സ്ഥാപനത്തിൽ നിന്ന് ഇവരുടെ. അപ്പോഴും ഇവനാണ് അവിടെ ജസ്റ്റ് ഒരു കുപ്പിയും ഇതുമായിട്ട് വന്ന് അടിച്ചടിച്ച് കുടിച്ചിട്ട് പോകുന്നൊരു സ്വഭാവമാണ് ഇവൻ്റെ. ഇവനങ്ങനെ വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല ആരോടൊക്കെ, മിണ്ടാറില്ല. ബാക്കിയുള്ളവരങ്ങനല്ല, അത് വേറെ ടൈപ്പാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇന്നിത് അങ്ങ് 4 പറയണമെന്നങ്ങ് തോന്നുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ വോയിസ് ഒക്കെ ഒന്ന് കേൾക്ക്. അന്നത്തെ ആ പെൺകുട്ടി പറഞ്ഞ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും. സംഭവം നടക്കുമ്പോൾ അതിൻ്റെ സാക്ഷിയായിട്ട് തൊട്ട് മുന്നിൽ നിന്ന വ്യക്തിയാണ് ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുമ്പോഴാണ് ഇതുണ്ടായത്. ഇയാളുടെ വണ്ടി വന്ന വരവൊന്ന് കാണണം. ഒരു കാറ് വരുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. കാരണം ഇങ്ങനെ ഈ നമ്മുടെ കണ്ണിൽ നിന്ന് എന്തോ ഒരു കാറ്റടിച്ച് പോയതുപോലാണ്. വന്നിട്ട് സൈഡിൽ കൂടെ നടന്ന മനുഷ്യനെ ഇടിച്ചു. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാൾ ചാടി ബാക്കിലോട്ട് മാറിക്കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ബസ് സ്റ്റോപ്പിൻ്റെ കൈവരി ഇടിച്ചിട്ട് എൻ്റെ വണ്ടിയുടെ സൈഡിലാണ് അത് വന്ന് തെറിച്ച് വീണത്. ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യൻ കിടക്കുക. രക്തത്തിൽ കുളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുണ്ടോ എന്ന് തന്നെ എനിക്കൊരു അപകടം മാത്രം നമുക്കതിനെ പറയാൻ പറ്റത്തില്ല.
അയാൾ ഇങ്ങനെ വളഞ്ഞ് പൊങ്ങിപ്പോയിട്ട് നടുക്കത്തെ ലൈൻ്റെ ഇപ്പുറത്ത്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നടുക്ക് കിടക്കുകയാണ്. ആ കിടക്കുന്നിടത്ത് കഴിഞ്ഞ് രക്തം ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥ ചേരണമെന്ന് ആലോചിച്ചു. എനിക്ക് അടുത്തോട്ട് ചെല്ലാൻ പേടി. ഞാനവിടെ കുത്തിയിരുന്ന് അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എൻ്റെ മുൻപേ എൻ്റെ വീട്ടിലുള്ളവർ പോയിട്ടുണ്ട്. ആ വണ്ടിയാണോ എന്താണ് സംഭവിച്ചത്? ഒരു കറുത്ത കാറ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇടിച്ച് ഈ പെണ്ണ് പറയുന്നത് കേട്ടിട്ട് ആൾക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവളെ ഉമ്മ അഭിനയിക്കുകയാണ്, അവിടെ സംസാരം കേട്ടാലേ അറിയാം, ഓർത്ത് പറയുക എന്നുള്ള രീതിയിലാണ്. അപ്പം ഇവരുടെ ഈ പെണ്ണിൻ്റെ ഫാമിലി അങ്ങോട്ട് പോയപ്പോഴാണ് ഇവൻ ഇങ്ങോട്ട് വന്ന് ഈ വണ്ടി കയറ്റുകയൊക്കെ ചെയ്തത്. അതും ടെൻഷൻ അടിച്ചു പോയി, ഇനി ഇതിൻ്റെ ഫാമിലി വല്ലതും ആണോ എന്നുള്ള രീതിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോ മനുഷ്യർ ഓരോ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ തുറന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരുമ്പോൾ നിങ്ങൾ ഇപ്പോഴും സീരിയലിൽ കാണുന്ന അതേ ഫാൻ ഗേളും ഫാൻ ബോയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പുച്ഛം വരുന്നത്. കുറേ ആൾക്കാരുണ്ട്, ഒരു കഥ അറിയാതെ ആട്ടം കാണുന്ന കുറേ ആൾക്കാർ, എല്ലാവരും അങ്ങ് തലേ കയറ്റി വെക്കുകയും ചെയ്യും. നമ്മളെന്തെങ്കിലും സത്യാവസ്ഥകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവും. അങ്ങനത്തെ ഒരു ജന്മങ്ങൾ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്? ഏൽപ്പിച്ചിട്ട് അവൻ അങ്ങോട്ട് മാറ്റിയേ നിർത്തിയത്. അവൻ അങ്ങോട്ട് മാറ്റി നിന്ന് പോയതായിരിക്കാം മേ ബി. അപ്പോൾ ആൾക്കാർ നോർമലി ആരാ എന്താന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമല്ലോ. അമ്മാതിരി ഇടിച്ചിട്ടാണ്. അല്ല വണ്ടിയുടെ നിയന്ത്രണമല്ല, അവന് ബോധമില്ലായിരുന്നു. അപ്പോൾ ഈ ആളിനെ ആംബുലൻസൊക്കെ വരാനൊരു 20 മിനിറ്റ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആംബുലൻസ് വരുമ്പോൾ, ആംബുലൻസ് കയറ്റുമ്പോൾ ആൾക്കാരെ കാല് വെച്ച് തുഴുക്കി ചീത്ത വിളിക്കുക. അവൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ കാണിച്ചാൽ ഞാൻ ഇന്നും ഈ ക്രിസ്മസ് ദിവസം ആയിട്ടിരിക്കെ ഞാനതിൽ നിന്ന് റിക്കവറായിട്ടില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിലുണ്ടായിരുന്നവർ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഈ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവർ വല്ലാതായി. അവർക്കൊന്നും പറ്റുന്നില്ല അടുത്തോട്ട് ചെല്ലാൻ. ഞാൻ അവിടെ റോഡ് സൈഡിൽ ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നേരിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപകടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഭീകരമായ ആ കിടപ്പുണ്ടല്ലോ, ഒരു ആകാശനീല പോലത്തെ കളറിൽ ഒരു വട്ടത്തിൽ എന്തോ ഒരു പഴന്തുണി കിടക്കുന്ന പോലെ ചോരയിൽ കുളിച്ചിട്ടൊരു മനുഷ്യൻ. നമ്മുടെ അച്ഛനോ അങ്ങനാണെങ്കിൽ നമ്മൾ സഹിക്കുമോ? എന്നിട്ട് ഇവൻ ഷോ കാണിച്ചാൽ നമ്മൾ അടങ്ങിയിരിക്കുമോ? ആ മുകേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടോ? അതൊരു സാധാരണക്കാരന് വണ്ടി നിയന്ത്രണം വിട്ടു പോയതല്ല. അല്ലെ ഇറങ്ങിയിട്ട് സോറി എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊരു വാക്കല്ല അവൻ പറയുന്നത്. അവൻ ഷോ കാണിക്കും. ആ ഷോ കാണിച്ചതിനാണ് നാട്ടുകാർ അവനെ പിടിച്ചിട്ട് പഞ്ഞിക്കിട്ടത്. അവനെ കെട്ടിയിട്ട് കൊണ്ടുപോകല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെ ഷോ കാണിക്കുന്നവൻ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനൊന്ന് ആലോചിച്ചിട്ട് പറ. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അച്ഛൻ്റെ അമ്മയ്ക്കോ വല്ലവർക്ക് ഈ അവസ്ഥയെങ്കിലോ? ഇതൊക്കെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരാക്കുമ്പോൾ ഇതുപോലത്തുള്ള സൊസൈറ്റിയിലൊക്കെ എന്ത് ചെയ്യാനാണ്, ആൾക്കാരൊക്കെ എന്ത് ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത്. വേണം, അന്തം ഫാൻസുകാരാവരുത്. ഒരാളെ കണ്ടിഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് എന്ത് തോന്നിയ വാസം ഭയങ്കര വെറുപ്പീരായിക്കൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഭയങ്കര വെറുപ്പീരായി. പ്രത്യേകിച്ച് ഈ സീരിയലിൽ ഇഷ്ടപ്പെടുന്ന അഡിക്റ്റ് ആയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കുറേ. നിങ്ങൾക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് റിയൽ ലൈഫിലൊക്കെ കാണിച്ചു കൂടുന്ന തോന്നിയ വാസങ്ങളൊക്കെ. ഓക്കെ, ഇവൻ്റെ ഒരു ഗുരുവായൂർ കേസായിട്ടൊക്കെ ഉണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. അത് പറഞ്ഞ് ചിലപ്പം പലവരിലോട്ടും പോകും, പല ആൾക്കാരുടെ അടുത്തും പോകും. വലിയ കൊമ്പത്തികളെയൊക്കെ എടുത്തിട്ട് പോകും ആ കേസായിട്ട്. അതുകൊണ്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല. അവൾക്ക് ചീത്ത വിളിക്കുകയാണ്. അവൻ ആരാന്ന് തന്നെ അവന് ബോധമില്ല. അവൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ എവിടെയാണ് നിൽക്കുന്ന ടൈമല്ല, ഒരു ബോധവുമില്ല. എനിക്ക് തോന്നുന്നു കള്ള് കുടിച്ചിട്ടുള്ളവർ ഇങ്ങനെ അങ്ങ് ബോധമില്ലാണ്ടാവുമോ? അവന് നിൽക്കാൻ വയ്യ. അവനെ ആരും പിടിച്ച് കിടത്തിയല്ല, അവൻ നിന്ന് കുഴഞ്ഞ് വീണതാ. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് അടുത്തോട്ട് ചെല്ലുന്നവരെ തൊഴിക്കുക, ചീത്ത വിളിക്കുക. ഒരാൾ രക്തത്തിൽ കുളിച്ച്, എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ മരിച്ചു പോകുന്ന. അങ്ങനെ കിടക്കുമ്പം ആൾക്കാർ കൈവെക്കുന്നതാണോ തെറ്റ്? അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ സങ്കടം വരികയാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ വേറൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇനി നമുക്കിപ്പോൾ നമ്മളുടെ ഇങ്ങനൊരു നമ്മൾ കണ്ടായപ്പോൾ എനിക്ക് മറ്റൊരാളോട് ഇതുപോലെ പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇന്നത്തെ ഒരു ദിവസം ഇതുവരെ അത് കണ്ടു നിന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നിനും പറ്റിയിട്ടില്ല. ഇപ്പോഴും പേടിയാണ്. ആ മനുഷ്യൻ ഉറപ്പായിട്ടും ആ മനുഷ്യൻ മരിച്ചു പോകും. കരയുടെ നട്ടെല്ലും തലയുടെ പുറവശമൊക്കെ അടിച്ച് ചേതറി പണ്ടാറായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ വാക്കുകളില്ല. ആ ഒരു ഇൻസിഡൻറ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോസ് ഈ രീതിയിലൊന്നുമല്ല. അവൻ്റെ ഉറപ്പാണ് അവൻ മദ്യപിച്ചിട്ട് മാത്രമല്ല. ഒരു പക്ഷേ ക്രിസ്മസാണ്, ആണുങ്ങൾ കുട്ടികൾ മദ്യപിക്കാം, എന്തോ ആവാം, അതൊക്കെ ആർക്കും ആവാം. അതിനൊന്നും നമ്മൾ ഒരാൾ പറഞ്ഞു എഴുതിയിട്ട് ആരും നിർത്താനും പിടിക്കാനും ഒന്നും പോകുന്നില്ല. അത് എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. അത് എന്ത് വൃത്തിയിടും, അത് ഒന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ അവനവസ്ഥയിലാണെങ്കിൽ അവൻ ഇവിടുന്നാണോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിടത്ത് 4 ആൾക്കാരെ ഇടിച്ച് തെറിപ്പിക്കാൻ പാവശ്യം ഈ വണ്ടി. കാര്യം ഈ ആക്സിഡൻറ്റിന് ശേഷം ഇവനാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഈ വണ്ടി എന്നെ ഇടിക്കാൻ തുടങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കാണാത്ത കാര്യത്തിൽ. പക്ഷേ ഇതെൻ്റെ കണ്ണ് മുന്നിൽ ഞാൻ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ ഇന്ന് ഈ സമയത്തോട് സമയം വരെ എത്തിയിട്ട് അതിൽ നിന്ന് ഞാൻ റിക്കവറായിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ആദ്യം ന്യൂസ് നോക്കുന്നത് ആ മനുഷ്യൻ ജീവനോടുണ്ടോ എന്നുള്ളതാണ്. ഇവനാണെന്നൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് അന്നേരം ആ മനുഷ്യനെ മാത്രമാണ് നമ്മുടെ മുന്നിൽ സെലിബ്രേറ്റ് അങ്ങനെയുള്ള കാര്യം ആരുമില്ല, നമ്മുടെ മൈൻഡിലൊന്നും വരില്ല. നമ്മൾ ആ മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ. ആ മനുഷ്യനെ നോക്കാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെയാണ്, അങ്ങനെയൊക്കെ രക്തത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ്. നമുക്കറിയാം ഒരു ആക്സിഡൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആൾക്കാർക്ക് കണ്ണ് പോയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തീവ്രത എത്രയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് മദ്യപിച്ച് അല്ല, ഒരു ഡ്രൈവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ കൊണ്ടും ഒക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഡ്രൈവർ കൂടി നിന്ന് ഓടിച്ച ആൾക്ക് പറ്റിയ അബദ്ധം കൊണ്ട് ഒരു കണ്ണ് മൊത്തം പോയ ഒരു വ്യക്തിയുടെ ഫാമിലിയാണിത്. ഞങ്ങൾക്കതുകൊണ്ട് അത് നമ്മളാരെയും അത് മദ്യപിച്ചിട്ടൊന്നുമല്ല ആ ആൾ വണ്ടി ഓടിച്ചത്. അയാൾ ഇരുന്ന ഭാഗമാണ് ഓടിച്ചത്. ഇപ്പുറ സ്ഥലത്തിരുന്നിട്ടാണ് ഈ കണ്ണും ഒക്കെ പോയത്. അതിൻ്റെയൊക്കെ വിഷമം എന്താണെന്നറിയാം. അപ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥയോ ഇനി അദ്ദേഹം ഒരിക്കലും എണീക്കാൻ പറ്റില്ല. അമ്മാതിരി ഇടിയാണ്. ഇടിച്ചിട്ട് ഒരു പൊങ്ങിൽ പൊങ്ങി ബോള് പോകുന്ന പോലെ പോയിട്ടാണ് താഴെ വന്ന് ഇടിച്ച് വളഞ്ഞ് ചുരുണ്ട് കിടക്കുന്നത്. ഒരു അനക്കം പോലും ഇല്ല. അന്നേരം കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടാണ് കൊണ്ടുപോയതെന്ന് പറയുന്നത്. പിന്നീടൊന്നും നമുക്കറിയാനുള്ള ഇതില്ല. കാര്യം അവിടുന്ന് എന്നെ എണീപ്പിച്ച് കൊണ്ടുവരാൻ എൻ്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. ശരിക്കും ഇന്ന് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരി രാവിലെ തന്നെ മെസ്സേജ് അയക്കണം എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ എനിക്ക് ഇന്നലയ്ക്ക് ശേഷം അത് കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണ്ടേ, നമ്മുടെ മനുഷ്യനല്ലേ നമ്മളൊക്കെ. എന്നിട്ട് ഇവനെയൊക്കെ ന്യായീകരിക്കുന്നു. നാട്ടുകാർ കൈവച്ചു, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, നിയമം കയ്യിലെടുത്തു കാലിലെടുത്തു എന്ന്. അപ്പോൾ ഇവനൊക്കെ കാണിക്കുന്നതോ, ഇവനൊക്കെ എന്തും മയക്കുമരുന്നും എന്തും അന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് കണ്ടില്ലേ, അവരുടെ വീഡിയോയിൽ കണ്ടില്ലേ, നമ്പർ 80 ഇവനൊക്കെ എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ. അപ്പം ഉറപ്പായിട്ടും പരിശോധന ഇവർ ഫിനാൻഷ്യലി ഭയങ്കര റിച്ചാണ്, ഭയങ്കര ഹൈ ഫാമിലിയാണ്. അതുകൊണ്ടൊക്കെ കേസൊക്കെ ഇതൊക്കെ ആവുമായിരിക്കും. പക്ഷേ മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ സീരിയൽ സിനിമ ഫീൽഡിൽ ഇഷ്ടം പോലെ എണ്ണങ്ങൾ ഇങ്ങനെ നശിച്ചിറങ്ങുന്നുണ്ട്. നാശങ്ങൾ തന്നെ തീരില്ല. ഈ ഇടിച്ചിട്ട് അവനങ്ങ് ഒരു ലോട്ടറി കാരൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. അതെ, അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അവരൊക്കെ. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കുക, ഇനിയെങ്കിലും നന്നാവാൻ നോക്കുക, കുടിക്കാതിരിക്കുക, പരമാവധി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റൂ. ഇത് കാണുന്ന ഓരോരുത്തരോടാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മദ്യപാനം കുറയ്ക്കുന്നത് നല്ലതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ, ലവ് യു.